ഒറ്റ ക്ലാരിറ്റിയും കൂടെ പി ആർ എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ട് കൂട്ടരും അങ്ങോട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്ത് റാഷിദെ. ഞാൻ എണീക്കുകയാണ് കേട്ടോ. റാഷിദെ ഒരു കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്ത്. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്കതിന് താല്പര്യമില്ല. കാരണം ഉമ്മൻചാണ്ടി കാലത്തതിനേക്കാൾ കൂടിയ പെൻഷൻ, ക്ഷേമ പെൻഷൻ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും കൂടുതൽ ആളുകൾക്ക് കൊടുക്കുന്നുവെന്നും സ്വാഭാവികമായും വലിയൊരു ഭരണ നേട്ടമായി അതത് കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ പറയുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പറയേണ്ടതുമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ഷേമമായാലും വികസനമായാലും പറയേണ്ടതും. പക്ഷെ അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ? ശ്രീ റാഷിദ്, ഒരു കാര്യം, അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും. ഒന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതാനുഭവമാണ്. അതിനുവേണ്ടി എന്താണോ ഇതൊക്കെ എൻ്റെ ഒരു ഗതികേട്ടോ. ഏതെങ്കിലും ഒരു PR എക്സൈസ് നടത്തേണ്ട കാര്യവുമില്ല. ആ വ്യക്തി പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകണം. പഠിച്ചതാണ് എനിക്കറിയാം എന്ന് ഞാനിട്ട് കരുതുന്നുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 62 ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് 2016 കൂടി ആ ജാഥ തന്നെ, വികസന മുന്നേറ്റ ജാഥ തന്നെ ഒരു പരിഹാസ ജാഥയായി മാറി എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. ശരിയാവും. അങ്ങനെ വിമർശിക്കട്ടെ. ഞാൻ വസ്തുതകളിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശ്രീ VD സതീശൻ നടത്തുന്ന ഒരു നുണ ഘോഷയാത്ര പോലെയുള്ള ഒരു ഘോഷയാത്ര ഏതായാലും ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. ഞങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണയ്ക്കുള്ള മറുപടികൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ അവർ ഏത് രീതിയിലും പറഞ്ഞോട്ടെ, അതിലൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും താങ്കൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറയണം. ഞാൻ അതിന് സമയം തരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ഇടപെടുന്നത്? ഇത് അങ്ങനെയല്ല സാറേ, എനിക്ക് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്ന എന്റെ ഒറ്റ ക്ലാരിറ്റിയും കൂടെ പി ആർ എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ട് കൂട്ടരും അങ്ങോട്ട്. നിങ്ങൾ ക്ലാരിറ്റി വരുത്ത് റാഷിദെ. ഞാൻ എണീക്കുകയാണ് കേട്ടോ. റാഷിദെ ഒരു കാര്യം, നിങ്ങൾ ക്ലാരിറ്റി വരുത്ത്. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്കതിന് താല്പര്യമില്ല. കാരണം ഞാൻ നിർത്തുകയാണ് ഭായി. ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നല്ല കഥയായി. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അത് ചതിയായി പോയിട്ടോ. ഈ നട്ട പാതയ്ക്ക് ഒന്ന് പോടാ. ഞാൻ ഇരിക്കണോ അല്ല, താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം, താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം, അതിനൊന്നും ഞാൻ തടസ്സമല്ല. എനിക്ക് പറയാൻ സ്വതന്ത്രമായി സമയം അനുവദിക്കുമെങ്കിൽ മാത്രം ചർച്ചയിൽ ഞാൻ തുടരും. ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് കോക്കസ് സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. അവൻ എന്നെ കസേരയെ നെഴിപ്പിച്ചു. അവന്റെ കസേര ഇന്ന് ഞാൻ തെറിപ്പിക്കും. ഞാനെന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും താങ്കൾ കാണിക്കും. അതല്ല, താങ്കൾക്ക് താങ്കളുടെ വീക്ഷണത്തിനനുസരിച്ച് ഈ ചർച്ചയെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഞാനൊരു തടസ്സമേ അല്ല. വെറുതെ നമ്മുടെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. താങ്കൾ ചർച്ചയിൽ തുടരാൻ എന്നെ അനുവദിക്കുന്നെങ്കിൽ എന്തിന്റെ പേരിലാണ് വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്? നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. നിങ്ങൾക്ക് അതിൽ അലോസരമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അലോസരപ്പെട്ടിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ല. ഞങ്ങളുടെ ഏകം ശ്രീ സജീഷ്, എന്റെ ചോദ്യം ഇതായിരുന്നു. പി ആർ എന്ന് നിങ്ങൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്ത് പി ആർ പറയൂ. അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എനിക്ക് സ്വസ്ഥമായി കുറച്ച് സമയം അനുവദിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഒരു PR സംഘടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല.
ഫ്ലാഷ് ബാക്ക്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ സ്വീകരണ സമ്മേളനത്തിൽ എം വി ഗോവിന്ദന് പെൻഷൻ തുക കൈമാറിയതിൽ ട്വിസ്റ്റ്. പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടെന്ന് ബാലുശ്ശേരി സ്വദേശി മൊയ്തി. എം വി ഗോവിന്ദന് പണം നൽകിയാൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. പണം നൽകുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു കാര്യം യുദ്ധം തുടങ്ങിയാൽ നമുക്ക് ആറ്റംബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. ഇത് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ പിന്നീട് അതിൻ്റെ വസ്തുതകളൊക്കെ സ്വതന്ത്രമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ അവസാനിക്കുന്ന കാര്യമാണ്. PR ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഒരു ബംഗാളിൽ നിന്നുള്ള ഒരു വ്യക്തി ചോദ്യം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ. ആ ചോദ്യം എന്തായിരുന്നു? എന്താണ് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ.